വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് ചർച്ച ചെയ്യാൻ UDF യോഗം വിളിക്കാത്തതിൽ ഘടകകക്ഷി നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് എന്ന് സൂചന നൽകുന്ന വാർത്തകൾ വരുന്നു. മുന്നണി യോഗം ചേരുന്നതിനുള്ള തീയതിയും സമയവും ഇനിയും നിശ്ചയിച്ചിട്ടില്ല. ബുധനാഴ്ച ധനബിൽ നിയമസഭ പാസാക്കും. ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ഈ അതൃപ്തിയുടെ വാർത്തയുമായി വരുന്നു. പരേഷവി, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ആ വിവാദവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ മറുപടി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് UDF-ലടക്കം ചർച്ച ചെയ്ത ശേഷം മാത്രമേ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ജൂലൈ 1-ാം തീയതി ധനബില്ല് നിയമസഭയിലേക്ക് എത്തുകയാണ്. അതിനു മുൻപ് UDF-ൽ ചർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഉറപ്പില്ല. കാരണം UDF ചെയർമാൻ, മുഖ്യമന്ത്രി UDF ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ സമയവും സൗകര്യവും അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കണം. UDF കൺവീനർ അതിനുശേഷം മാത്രമായിരിക്കും UDF യോഗം വിളിക്കുക. ഏതായാലും അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പരമാവധി കോൺഗ്രസിനുള്ളിലെയും അതേപോലെ UDF-ലെയും അതൃപ്തി പരിഹരിച്ച ബജറ്റ് അല്ലെങ്കിൽ ഈ ധനബില്ലിൽ ഈ വിഷയം കൊണ്ടുവരിക, ഈ വിഷയം അവതരിപ്പിക്കുക എന്നുള്ളത് VD സതീശന്റെ മനസ്സിലെ ആഗ്രഹമായി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ആ സാഹചര്യത്തിലേക്കുള്ള നീക്കങ്ങൾ കോൺഗ്രസിലും UDF-ലും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജു അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. നികുതി ഘടന പറഞ്ഞതിനപ്പുറത്തേക്ക് അത് കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണയോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് മദ്യനയത്തിലാണ്. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ജൂലൈയിൽ ആരംഭിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ധനബില്ലിൽ ഏതെങ്കിലും തരത്തിൽ അത് പറഞ്ഞാൽ പോലും മറ്റു പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യം വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.